ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. നമ്മുടെ മൊക്ട സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറണ്ട് അഫയർ സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനുവരി ഫെബ്രുവരി കഴിഞ്ഞു, 2023, അതായത് നമ്മുടെ ഖാദി ബോർഡ് LDക്ക് വരെ എന്ത് ചെയ്തിരുന്നു? ഏപ്രിൽ, അതായത് ജൂലൈയിൽ നടന്ന എക്സാമിന് ഏപ്രിൽ വരെ 2024 ഏപ്രിൽ മെയ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതേപോലെ തന്നെ കറണ്ട് അഫയറിന് വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മുടെ PSCക്ക് ഉണ്ട്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതേപോലെ തന്നെ ചോക്ക് ബോർഡ് സ്റ്റോറീസ് എന്ന പേരിൽ നമുക്കൊരു ടെലഗ്രാം ചാനലും ഒരു ഗ്രൂപ്പുമുണ്ട്. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ടെലഗ്രാം ചാനലിലായിരിക്കും PSCയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും അതേപോലെ തന്നെ പോളും കാര്യങ്ങളൊക്കെ ഇടുന്നത് ചാനലിലായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ രണ്ടിലും ജോയിൻ ചെയ്യുക. ക്വസ്റ്റ്യനിലേക്ക് പോകാം. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാര ജേതാവ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് ആൻസർ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കുക. ഈ സ്ക്രീനിൽ കാണുന്ന രണ്ടിൻ്റെയും ഉത്തരം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഡയറക്റ്റ് ക്വസ്റ്റ്യനും ആൻസറും നിങ്ങൾ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഓർത്തെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ മോക്ക് ടെസ്റ്റ് ആയിട്ട് തന്നെ തരുന്നത്. നിങ്ങളൊന്ന് പഠിച്ച കാര്യങ്ങൾ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ആരായിരുന്നു സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാര ജേതാവാണ് ആര്? ചെറുവയൽ രാമൻ. ആരാണ്? ചെറുവയൽ രാമൻ. അദ്ദേഹമാണ് എന്തെന്നറിയപ്പെടുന്നത്? നെല്ലച്ചൻ എന്നറിയപ്പെടുന്നതാണ് ചെറുവയൽ രാമൻ. ആരാണ്? നെല്ലച്ചൻ. 76ാമത് സന്തോഷ് ട്രോഫി കിരീടം സ്വന്തമാക്കിയത് ആരായിരുന്നു? 76ാമത്തെ സന്തോഷ് ട്രോഫി കിരീടം സ്വന്തമാക്കിയത് കർണാടകയാണ്. 77ാമത് ആരായിരുന്നു? 77ാമത് സർവീസസ് ആണ്. ഗോവയെയാണ് തോൽപ്പിച്ച് എന്ത് ചെയ്തത്? കിരീടം നേടിയത്. ഗോവയെ തോൽപ്പിച്ചിട്ടാണ് കിരീടം നേടിയത്. 75ാമത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതെന്താണ്? 75ാമത്തെ ജേതാക്കൾ ആരായിരുന്നു? നമ്മുടെ കേരളമായിരുന്നു ജേതാക്കൾ. നമ്മുടെ വേദി എന്ന് പറയുന്നത്, വേദി എവിടെയായിരുന്നു? മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ആയിരുന്നു വേദി എന്ന് പറയുന്നത്. ആരായിരുന്നു അന്നത്തെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്? ജിജോ ജോസഫാണ്. ജിജോ ജോസഫ് ആയിരുന്നു ക്യാപ്റ്റൻ. അന്നത്തെ അതിൻ്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് കുരുത്തോല കൊണ്ടുള്ള മനുഷ്യൻ പന്തുമായി കുതിക്കുന്നതായിരുന്നു 75ാമത് സന്തോഷ് ട്രോഫിയുടെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. ആ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരായിരുന്നു? പ്രദീപ് കുമാർ ആയിരുന്നു. ആരാണ്? പ്രദീപ് കുമാർ ആയിരുന്നു ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തത്. എന്തായിരുന്നു ഭാഗ്യചിഹ്നം? കുരുത്തോല കൊണ്ടുള്ള മനുഷ്യൻ പന്തുമായി കുതിക്കുന്നതായിരുന്നു 75ാമത് സന്തോഷ് ട്രോഫി കിരീടത്തിൻ്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. ജേതാക്കൾ ആരായിരുന്നു? കേരളമായിരുന്നു. വേദി എവിടെയായിരുന്നു? മഞ്ചേരിയായിരുന്നു. 77ാമത് എവിടെയാണ്? 77ാമത്തെ ജേതാക്കളാണ് സർവീസസ്, അതായത് 2023-24. ഇത് 21, 22 ഇത് 22, 23 ഇത് 23, 24. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹോട്ടൽ മേഖലകളിലെ നികുതി വെട്ടിപ്പുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന GST ഇന്റലിജൻസ് നടത്തിയ പരിശോധന അറിയപ്പെട്ട പേരാണ് എന്താ? ഓപ്പറേഷൻ എന്ത് ഓപ്പറേഷനാണ്? ഓപ്പറേഷൻ മൂൺലൈറ്റ് ആണ് എന്താ? ഹോട്ടൽ മേഖലകളിലെ നികുതി വെട്ടിപ്പുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന GST ഇന്റലിജൻസ് വകുപ്പ് നടത്തിയത്. ഏത് സംസ്ഥാനത്താണ് ലോകത്താദ്യമായി റോഡ് സുരക്ഷയ്ക്കായി മുളകൊണ്ടുള്ള സുരക്ഷാ ഭിത്തി എവിടെയാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര. കണക്ട് ചെയ്ത് പഠിക്കുക. മുളകൊണ്ടുള്ള സുരക്ഷാ ഭിത്തി സ്ഥാപിച്ചത് മഹാരാഷ്ട്രയിലാണ്. വനാന്തരങ്ങളിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ റീബിൽഡ് കേരള ഡെവലപ്മെൻറ്റ് പദ്ധതിയുടെ പുതിയ പേരെന്താണ്? നവകിരണം. നവകിരണമാണ് റീബിൽഡ് കേരളയുടെ പുതിയ പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാനുള്ള സാക്ഷരതാ മിഷന്റെ പദ്ധതി അറിയപ്പെടുന്ന പേരെന്താണ്? ചങ്ങാതി. അപ്പോൾ എന്താണ് ഹമാരി മലയാളം? അത് അവർ നടത്തുന്ന പരീക്ഷയാണ് എന്ത്? ഹമാരി മലയാളം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 ലോക വനിതാ ദിനത്തിൽ വനിതാ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം. അവധി പ്രഖ്യാപിച്ചത് എവിടെയാണ്? തെലുങ്കാനയാണ് 2023 വനിതാ ദിനത്തിൽ അവധി പ്രഖ്യാപിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാ വർഷവും മാർച്ച് 11 പതാക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? എല്ലാ വർഷവും മാർച്ച് 11 പതാക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് സൗദി അറേബ്യ. ആധാർ കാർഡിലെ വ്യക്തിഗത വിവരങ്ങൾ അറിയുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടാണ് എന്ത്? ആധാർ മിത്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
2023 മാർച്ചിൽ ISRO തിരിച്ചിറക്കി നശിപ്പിച്ച് 2011 വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏതായിരുന്നു? മെഗാട്രോപിക്സ് 1 ആണ് 2023 എന്ത് ചെയ്യുന്നത്? തിരിച്ചിറക്കിയത്. അത് 2011 വിക്ഷേപിച്ചത്, 2023 അത് തിരിച്ചിറക്കുകയുണ്ടായി. ലോക വനിതാ ദിനത്തിൽ സംസ്ഥാന സർക്കാർ സമ്മാനിക്കുന്ന വനിതാ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെ? ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം. ചിലപ്പോൾ 3-4 പേരുടെ പേര് തന്നിട്ട് ഇവർ 1, 2, 2, 3, 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ആരൊക്കെയായിരുന്നു? 1 നിലമ്പൂർ ആയിഷ, രണ്ടാമത്തത് KC ലേഖ, മൂന്നാമത്തത് ലക്ഷ്മി എൻ മേനോൻ, നാലാമത്തതാണ് ഡോക്ടർ RS സിന്ധു. ഇവർക്ക് 4 പേർക്കുമാണ് കേരള സർക്കാർ എന്ത് ചെയ്തത്? വനിതാ രത്ന പുരസ്കാരം 2023 ലഭിച്ചത്. മാർച്ച് 8 ലോക വനിതാ ദിനം. അപ്പോൾ ദേശീയ വനിതാ ദിനം എന്നാണ്. അത് ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനം. എന്തുകൊണ്ടാണ് ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13 ആചരിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ വാനമ്പാടി, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമാണ് ഫെബ്രുവരി 13. അതുകൊണ്ടാണ് ഫെബ്രുവരി 13 നമ്മൾ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ഇനി ഇവർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? നിലമ്പൂർ ആയിഷ. ഈ KC ലേഖ കഴിഞ്ഞ ദിവസം നടന്ന LD എക്സാമിന് ചോദിച്ചിരുന്നു. KC ലേഖ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? KC ലേഖ എന്താണ്? കായിക മേഖലയാണ്. ഇന്ത്യൻ വനിതാ അമച്വർ ബോക്സിംഗ് ആണ് KC ലേഖയുടെ 75 കിലോ വിഭാഗം ബോക്സിംഗ് ആണ് KC ലേഖയുടെ ഇനം എന്ന് പറയുന്നത്. അതായിരുന്നു കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത്. KC ലേഖ താഴെ തന്നിരിക്കുന്ന ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണെന്നതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതാണ്? ബോക്സിംഗ് ആണ്. 2006 വനിതാ ലോക അമച്വർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് തിരുവനന്തപുരം സ്വദേശിയായ KC ലേഖ. കായിക മേഖലയിൽ നൽകി വരുന്ന സംഭാവനകൾ കണക്കിലെടുത്താണ് KC ലേഖയ്ക്ക് വനിതാ രത്ന പുരസ്കാരം നൽകിയത്. അടുത്തത് നിലമ്പൂർ ആയിഷ. പ്രശസ്ത സിനിമാ നാടക നടിയാണ് നിലമ്പൂർ ആയിഷ. അപ്പോൾ എന്താണ് നിലമ്പൂർ ആയിഷ? ആരാണ്? സിനിമാ നാടക നടിയാണ്. ആദ്യ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെയുള്ള അടിച്ചമർത്തലുകൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിയായിരുന്നു നിലമ്പൂർ ആയിഷ. ലക്ഷ്മി എൻ മേനോൻ. കൊച്ചിയിൽ പ്യുവർ ലിവിംഗ് എന്ന സ്ഥാപനം നടത്തുന്ന ലക്ഷ്മി എൻ മേനോൻ അമ്മൂമ്മത്തിരി വിക്സ്ഡം എന്ന ആശയം ആവിഷ്കരിക്കുകയും വൃദ്ധസദനങ്ങളിലും അനാഥാലയങ്ങളിലും താമസിക്കുന്ന സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നേടിക്കൊടുത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയും ശാക്തീകരണവും ഉറപ്പാക്കുന്നുള്ള പ്രവർത്തനങ്ങളിലും സജീവമാണ്. അപ്പോൾ അതിനെയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ടാണ് എന്ത് ലഭിച്ചത്? വനിതാ രത്ന ലഭിച്ചത് ലക്ഷ്മി മേനോന്. ഡോക്ടർ RS സിന്ധു. കേരളത്തിൽ സർക്കാർ മേഖലയിൽ വിജയകരമായി ആദ്യ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടറാണ് ആര്? ആദ്യ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടറാണ് RS സിന്ധു. ഇമ്പോർട്ടൻ്റ് ആണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ 3 കരൾമാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ യാഥാർത്ഥ്യമാക്കി. കേരളത്തിൽ നിന്ന് ആദ്യമായി സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ MCH നേടിയ വനിതയാണ് ഡോക്ടർ RS സിന്ധു എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് 4 പേർക്കുമായിരുന്നു. നിലമ്പൂർ ആയിഷ, KC ലേഖ, ലക്ഷ്മി എൻ മേനോൻ, ഡോക്ടർ RS സിന്ധു എന്നീ 4 പേർക്കായിരുന്നു എന്ത് ലഭിച്ചത്? 2020 ലോക വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് വനിതാ രത്ന പുരസ്കാരം നൽകി കേരള സർക്കാർ ആദരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യമായി ബഹിരാകാശത്ത് ചിത്രീകരിച്ച ഫീച്ചർ സിനിമ അതേതാണ്? ദി ചലഞ്ച് എന്നുള്ളതാണ് ആദ്യമായി ബഹിരാകാശത്ത് ചിത്രീകരിച്ച ഫീച്ചർ സിനിമ. അതായത് നമ്മുടെ റഷ്യയാണ് ആ സിനിമ നിർമ്മിച്ചത്. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റാണ് ആര്? സുരേഖ യാദവ്. ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന 2023 ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? വീര എന്ന ചീറ്റയായിരുന്നു. ഈ ഭാഗ്യചിഹ്നങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഒത്തിരി ഭാഗ്യചിഹ്നങ്ങളുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന 2023 ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗ്യചിഹ്നം വീര എന്ന ചീറ്റയായിരുന്നു. ഇന്ത്യയിൽ ആദ്യ ബിരിയാണി വെൻഡിംഗ് മെഷീൻ അതായത് ബിരിയാണി ATM സ്ഥാപിതമായത് എവിടെയാണ്? നമ്മുടെ തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ്. ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന ദൃഷ്ടി പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് രോഗമാണ്? ഗ്ലോക്കോമയുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ദൃഷ്ടി എന്ന പദ്ധതി. അതാരാണ് നടപ്പിലാക്കുന്നത്? ദേശീയ ആയുഷ് മിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള പോലീസിന്റെ സഹകരണത്തോടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് നിർമ്മിച്ച ഹ്രസ്വ ചിത്രമാണെന്ത്?
കുട്ടിയോദ്ധാവാണ് കേരള പോലീസിൻ്റെ സഹകരണത്തോടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ഫോഴ്സ് നിർമ്മിച്ച ഹ്രസ്വചിത്രം എന്ന് പറയുന്നത്. 2023 വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണേത്? രാജസ്ഥാൻ. അവധി കൊടുത്തത് എവിടെയായിരുന്നു? തെലങ്കാനയാണ്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ കിളിമഞ്ചാരോ കീഴടക്കിയ മലയാളിയായ IAS ഓഫീസറാണ് ആര്? അർജുൻ പാണ്ഡ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ആദ്യ വിദേശ സർവകലാശാലയാണ് എന്ത്? ഡിക്കിംഗ് യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിക്കാനായിട്ട് ഒരുങ്ങുന്ന ആദ്യത്തെ വിദേശ സർവകലാശാല. 2023 വനിതാ സ്നൂക്കർ ലോകകപ്പ് വിജയിയാണ് ആര്? നമ്മുടെ ഇന്ത്യ. വനിതാ സ്നൂക്കർ ലോകകപ്പ് വിജയ് ഇന്ത്യയാണ്. അതിൻ്റെ വേദി എന്ന് പറയുന്നത് എവിടെയാണ്? ബാങ്കോങ് ആണ് വേദി. ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വേദിയും ചോദിച്ചിട്ടുണ്ട്, വിജയികൾ ആരാണെന്നും ചോദിച്ചിട്ടുണ്ട്. 11ാമത് സംസ്ഥാന യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കളാണ് പാലക്കാടാണ് 11ാമത് സംസ്ഥാന യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ. അമേരിക്കൻ ജില്ലാ കോടതികളിലെ ആദ്യ വനിതാ മുസ്ലിം ജഡ്ജിയാണ് ആര്? ഷാമ ഹക്കീം. 2023 പുത്തൂർ പുരസ്കാരം നേടിയതാരാണ്? ജോർജ് ഓണക്കൂറാണ് 2023 പുത്തൂർ പുരസ്കാരം നേടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരിയാണ് സാറാ തോമസ് ആണ് 2023 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരി. ആദ്യ നോവലാണ് എന്ത്? ജീവിതം എന്ന നദി. സമഗ്ര സംഭാവനയ്ക്ക് സാറാ തോമസിന് 2010 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തമിഴ് ബ്രാഹ്മണരുടെ ജീവിതം പറയുന്ന നാർമടിപ്പുടവ എന്ന നോവലിന് 1979 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സമഗ്ര സംഭാവനയ്ക്ക് 2010 നാർമടിപ്പുടവയ്ക്ക് 1979 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പ്രധാന കൃതികളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. മുറിപ്പാടുകൾ, അസ്തമയം, പവിഴമുത്ത്, അർച്ചന, ദൈവമക്കൾ, ഉണ്ണിമായുടെ കഥ, ഗ്രഹണം, നീലക്കുറിഞ്ഞികൾ ചുവക്കും നേരം, അതേപോലെ അഗ്നിശുദ്ധി എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റോക്കറ്റ് ആണ് ടെറാൻ ആണ് ആദ്യത്തെ 3D പ്രിന്റഡ് റോക്കറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 100% വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഹരിയാന. പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ജേതാക്കളാണ് മുംബൈ ഇന്ത്യൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്, മുംബൈ ഇന്ത്യൻസ്. പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ജേതാക്കളാണ് മുംബൈ ഇന്ത്യൻസ്. 2023 മാർച്ചിൽ ISRO വിജയകരമായ ഭ്രമണപഥത്തിലെത്തിച്ച റോക്കറ്റാണ് LVM-3. സ്ത്രീകൾക്ക് സ്വതന്ത്രവും സുരക്ഷിതവുമായ വിനോദയാത്ര ഒരുക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന പുതിയ സംരംഭമാണ് ദി ട്രാവലർ എന്നുള്ളത്. സ്കൂൾ കുട്ടികളിൽ പൗരബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള ഹൈക്കോടതി ലീഗൽ സർവീസ് കമ്മിറ്റി നടപ്പാക്കുന്ന പദ്ധതിയാണ് സംവാദ. 25 വർഷത്തിനിടയിൽ ആദ്യമായി സ്ത്രീകൾക്ക് സൈനിക സേവനത്തിന് അവസരം നൽകിയ രാജ്യമാണ് കൊളംബിയയാണ്. 25 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് സൈനിക സേവനത്തിന് സ്ത്രീകൾക്ക് അവസരം നൽകിയത്. പൂർണ്ണ സ്റ്റാമ്പിംഗ് പദ്ധതി നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണേത്? കേരളം. പൂർണ്ണ സ്റ്റാമ്പിംഗ് കേരളം. രാജ്യത്ത് കലയുടെ പേരിൽ ഔദ്യോഗികമായി അറിയപ്പെടുന്ന ആദ്യ പഞ്ചായത്താണ് അയിരൂർ. എവിടെയാണത്? പത്തനംതിട്ട. കഥകളി ഗ്രാമം എന്നാണ് നമ്മുടെ അയിരൂർ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് കലയുടെ പേരിൽ ഔദ്യോഗികമായി അറിയപ്പെടുന്ന ആദ്യ പഞ്ചായത്താണ് അയിരൂർ. എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയ രക്തജന്യ രോഗങ്ങളുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കുന്നതിനായുള്ള പദ്ധതിയാണെന്ത്? ആശാധാര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 മാർച്ചിൽ സുന്ദർബൻ ബേർഡ് ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനമാണ്, നമുക്ക് എളുപ്പമാണ് അല്ലേ, പശ്ചിമ ബംഗാളാണ് സുന്ദർബൻ ബേർഡ് ഫെസ്റ്റിവൽ നടപ്പിലാക്കിയത്.
അടുത്തിടെ ഏത് സംസ്ഥാനത്തെ കായിക വകുപ്പാണ് കായിക മത്സരങ്ങളുടെ വിജയികൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയത്? കേരളമാണ് ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയത്. പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കളിക്കുന്ന ആദ്യ മലയാളി എന്ന ചരിത്രം കുറിച്ച താരമാണ് ആര്? മിന്നുമണി വയനാട്ടുകാരിയാണ് മിന്നുമണി. യൂട്യൂബിൻ്റെ നിലവിലെ CEO ആണ് നീൽ മോഹൻ. അതിന് ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം, അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ്. യൂട്യൂബിൻ്റെ നിലവിലെ CEO ആണ് നീൽ മോഹൻ. 2023 ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മധുസൂദനൻ നായർക്കാണ് 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ അധ്യക്ഷൻ ആരാണ്? മാധവ് കൗശിക്കാണ് പുതിയ അധ്യക്ഷൻ. അതിൻ്റെ വൈസ് പ്രസിഡന്റ് ആരാണ്? കുമുദ് ശർമ്മയാണ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ളത്. അതേപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൻ്റെ മലയാള ഭാഷ കൺവീനറാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, മലയാള ഭാഷ കൺവീനർ ആയിട്ടുള്ളത് ആരാണ്? KP രാമനുണ്ണിയാണ് മലയാള ഭാഷ കൺവീനർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാംസ്കാരിക വകുപ്പ് അടുത്തിടെ തയ്യാറാക്കിയ നീതിപാതയിലെ ധീരവനിത എന്ന ഡോക്യുമെൻ്ററി ആരെക്കുറിച്ചുള്ളതാണ്? ആരാണ്? ഫാത്തിമ ബീവി. ഇമ്പോർട്ടൻ്റ് ആയൊരു വ്യക്തിയാണ് ഫാത്തിമ ബീവി. എന്നാണ് ഫാത്തിമ ബീവി അന്തരിക്കുന്നത്? 2023 നവംബർ 23 ഫാത്തിമ ബീവി അന്തരിക്കുന്നത്. 23 ഓർത്ത് വയ്ക്കുക. എന്തൊക്കെയാണ് ചിലപ്പോൾ ചോദിക്കാം, പ്രസ്താവനകൾ തന്നിട്ട് ഫാത്തിമ ബീവിയുമായി ബന്ധമില്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്? നമുക്കറിയാം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ജഡ്ജിയാണ് അല്ലേ? വനിതാ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു ഫാത്തിമ ബീവി. അതേപോലെ തന്നെ 1991 മുതൽ 2001 വരെ അവർ എന്ത് ചെയ്തു? തമിഴ്നാടിൻ്റെ ഗവർണറായിരുന്നു. 97 മുതൽ 2001 വരെ തമിഴ്നാട്ടിലെ ഗവർണറായിരുന്നു ഫാത്തിമ ബീവി. പിന്നെ എന്താ നമുക്ക് പറയാനുള്ള? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിലെ അംഗമായിരുന്നു. അതേപോലെ തന്നെ 2023 കേരള പ്രഭ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കേരള പ്രഭ 2024 മരണാനന്തര ബഹുമതിയായിട്ട് പത്മഭൂഷണം ലഭിച്ചു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാര്യം നമുക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ആദ്യ വനിതാ സുപ്രീം കോടതി ജഡ്ജിയാണ്. 1997 മുതൽ 2001 വരെ തമിഴ്നാട്ടിലെ ഗവർണറായിരുന്നു. അതിന് മുൻപാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമായിരുന്നു. 2023 കേരള പ്രഭ ലഭിച്ചിട്ടുണ്ട്. 2024 മരണാനന്തര ബഹുമതിയായിട്ട് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പരീക്ഷാക്കാലത്തെ മാനസിക സംഘർഷം കുറച്ച് വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാകുവാൻ വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച സൗജന്യ കൗൺസിലിംഗ് സംവിധാനമാണെന്ത്? മനോദർപ്പൺ. മലയാള TV രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത ദൃശ്യമാധ്യമ പുരസ്കാരമായ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായത് ആരായിരുന്നു? ശ്യാമപ്രസാദാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായത്. ലോകത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ സ്റ്റേഷനാണ് ഏത്? ശ്രീ സിദ്ധരൂധ സ്വാമി റെയിൽവേ സ്റ്റേഷൻ, കർണാടക. എവിടെയാണ്? ഹുബ്ബള്ളി. 1505 മീറ്ററാണ് അതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ നീളം എന്ന് പറയുന്നത്. അതേപോലെ അത് രാജ്യത്തിന് സമർപ്പിച്ചതാരാണ്? നരേന്ദ്രമോദിയായിരുന്നു. ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായി ജനിതക വിവരങ്ങൾ ക്രമപ്പെടുത്തി സംഭരിച്ചു സൂക്ഷിക്കുന്ന ജീനോം ഡേറ്റ സെന്റർ സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിക്രമങ്ങൾ നേരിടാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സ്വയം പ്രതിരോധ മുറകളിൽ പ്രത്യേകം പരിശീലനം നേടിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സൗജന്യ പരിശീലന പദ്ധതിയാണെന്ത്? ജ്വാല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐക്യരാഷ്ട്ര സംഘടന 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി ചെറുധാന്യങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി ചേർന്ന് ആരംഭിക്കുന്ന ആഗോള സംരംഭമാണെന്ത്? മിറ. എന്താണ്?
മില്ലറ്റ് ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ റിസർച്ച് ആൻഡ് അവയർനെസ്. മില്ലറ്റ് ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ റിസർച്ച് ആൻഡ് അവയർനെസ് എന്നുള്ളതാണ് മിറ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ആശാ വർക്കർമാരുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സാക്കിയാണ് അടുത്തിടെ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത്? എത്ര വയസ്സാക്കിയാണ്? 62. അപ്പോൾ ആശാ വർക്കർമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 62 വയസ്സാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ മാർക്ക് എത്ര കിട്ടിയെന്നൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. 2023 മാർച്ചോടുകൂടി നമ്മുടെ ഇനി എന്താണ് മാർച്ച്, നമുക്ക് അടുത്തൊരു മാർച്ച് ഏപ്രിൽ വരെയെങ്കിലും 2024 ഏപ്രിൽ മെയ് വരെയെങ്കിലും കറണ്ട് അഫെയർ നന്നായിട്ട് പഠിച്ചു വെക്കണം. സോ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്